ഡോക്ടറെ, കുട്ടി ഒന്ന് സോഫൻ്റെ മുകളിൽ നിന്ന് വീണു. അന്നേരം കുറച്ചൊരു ബോധക്കേടുണ്ടായി, പക്ഷെ പിന്നെ ശരിയായി. അന്നേരം ഇപ്പോൾ 2-3 പ്രാവശ്യം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. അത് പേടിക്കേണ്ട വിഷയമാണോ? ഇത് സ്ഥിരമായിട്ട് കാഷ്വാലിറ്റിയിൽ വരുന്ന പാരൻസിൻ്റെ ഒരു കൺസേണാണ്. ഇത് പേടിക്കേണ്ടതാണെന്ന് വെച്ചാൽ പേടിക്കേണ്ടതാണ്. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഇതുപോലെയാണെങ്കിൽ. കാര്യം ആ സമയം ബോധക്കേടുണ്ടായി, പിന്നെ വോമിറ്റിംഗ് ഉണ്ടായി, കുട്ടി കലശലായ തലവേദന പറയുന്നു, കുട്ടിയുടെ ആക്ടിവിറ്റി കുറവ്. ഇപ്പോൾ പറയാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അവർ ആക്ടിവിറ്റി കുറഞ്ഞായിരിക്കും കാണിക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഒരു ട്രോമാറ്റിക് ഹെഡ് ഇഞ്ചുറിയുടെ ഒരു സിംറ്റംസ് ആയിരിക്കാം. അപ്പോൾ ഏറ്റവും അടുത്തുള്ള സെൻറ്ററിൽ വന്ന് കുട്ടീനെ ഒബ്സർവ് ചെയ്യേണ്ടതാണെങ്കിൽ ഒബ്സർവ് ചെയ്യണം. എന്തായാലും ഒരു ED ഫിസിഷ്യൻ നിങ്ങളെ കറക്റ്റ് ഗൈഡ് ചെയ്യും. മോസ്റ്റ് ഓഫ് ദി ടൈം ഇങ്ങനത്തെ കുട്ടികൾക്ക് ഒന്നും വേണ്ടി വരാറില്ല. പലപ്പോഴും ചെറിയൊരു ബ്ലീഡോ മറ്റൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് കിട്ടാറുണ്ട്. ചിലരെ വളരെ റയർലി എങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി എടുക്കേണ്ടതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു കുട്ടി എൻ്റെ ഓർമ്മയിൽ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വീണ്ട കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി വലിയൊരു മാസീവ് ബ്ലീഡാണ് തലൻ്റെ ഉള്ളിൽ. എമർജൻസിയായി നമ്മൾ കേസിനെടുത്തു. കുറേ ദിവസം വെന്റിലേറ്ററിൽ കടന്നിട്ടാണ് പിന്നെ വീട്ടിൽ പോയത്. അതേപോലെ ചില കുട്ടികൾ നമ്മൾ ഈ ഒബ്സർവേഷൻ പീരീഡിൽ കുട്ടിയുടെ സ്കാനിങ്ങിൽ ആദ്യം ഉണ്ടായിരുന്ന ബ്ലീഡിങ് വലുതായി കണ്ട് പിന്നെ തല തുറക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ ഉണ്ട്. ഒരു കുട്ടിയുടെ ഒരു ട്രിവിയൽ ഫാൾ പോലും, നമ്മൾ വിചാരിക്കുന്ന വീട്ടിൽ നിന്നുണ്ടായ ഒരു ട്രിവിയൽ ഫാൾ പോലും പലപ്പോഴും ഇങ്ങനെ ഒരു സിനാരിയോയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ ലിസ്റ്റ് ചെയ്യാം. ആ സമയത്തുണ്ടാകുന്ന ബോധക്ഷയം, ഛർദി, കലശലായ തലവേദന, അപസ്മാരം, ആക്ടിവിറ്റി കുറവ്, ഭക്ഷണം കഴിക്കായ്ക തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് കുട്ടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു മെഡിക്കൽ സർവീസിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു പുസ്തകത്തിൽ വായിച്ച പോലെ ലോങ് ടേം ഒപ്റ്റിമിസത്തിന് ഷോർട്ട് ടേം പെസിമിസം നല്ല എന്ന് പറയും. അതായത് ദീർഘകാല ശുഭാപ്തിക്ക് വേണ്ടി ഒരു ഷോർട്ട് ടേം ഹ്രസ്വകാല ബേജാറ് നല്ല എന്ന് പറയും. കാര്യം കുട്ടികൾ ഇതുപോലത്തെ വീഴാൻ ചാൻസ് ഉള്ള കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ നമ്മൾ കൂടുതൽ കൺസേൺ കാണിച്ച് നമ്മൾ വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്.